നമ്മുടെയൊക്കെ മക്കൾ നന്നാവാൻ നമുക്കൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടാവും. ഏതൊരു ഉമ്മയാവട്ടെ ബാപ്പയാവട്ടെ, സ്വന്തം മക്കൾ നന്നാവാത്തതിൽ ഭയങ്കര വിഷമമുണ്ടാവും. മക്കൾ അച്ചടക്കമുള്ളവരായി വളരുമ്പോൾ, നല്ല അനുസരണശീലമുള്ളവരായി വളരുമ്പോൾ ഏതൊരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അല്ലെങ്കിൽ മാതാവിനും പിതാവിനും ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അച്ചടക്കമില്ലാതെ ആർക്കും ഒരു ഉപകാരവും ഇല്ലാണ്ട് വളരുമ്പോൾ ഏതൊരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഭയങ്കര വിഷമമുണ്ടാവും. പക്ഷേ ഏതൊരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. അതിനുള്ള പരിഹാരങ്ങളൊക്കെ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അത് കണ്ടെത്താൻ വൈകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതുമാവട്ടെ, ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മകനെയും കൂട്ടി ഒരു പിതാവ് വരുന്നുണ്ട്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയുന്നു, എൻ്റെ മകൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, എൻ്റെ മകൻ ഇന്ന പ്രശ്നമുണ്ട്, അനുസരിക്കുന്നില്ല, അച്ചടക്കില്ല. അങ്ങനെ മോനെ അടുത്ത് വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എൻ്റെ വാപ്പ പറയുന്നതൊക്കെ ശരിയാണോ? നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ മകൻ പറയാണ്, ഞാൻ ഒന്നും അനുസരിക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നു, അടി കിട്ടാറുണ്ടോ? ഉണ്ടല്ലോ. വഴക്ക് പറയാറുണ്ടോ? ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഏതായാലും അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനത്തിലേക്ക് അടുക്കുന്ന സമയത്ത് മകൻ തിരിച്ചു ചോദിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, അല്ല ഉമർ തങ്ങളെ, എൻ്റെ വാപ്പ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഞാൻ നന്നാവണമെങ്കിൽ? എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ ചോദ്യം കേട്ട് തിരിച്ചു പറയുകയാണ്, 3 കാര്യങ്ങൾ എൻ്റെ വാപ്പ ചെയ്യണം, എന്നാലേ നീ നന്നാവുകയുള്ളൂ. ആ 3 കാര്യങ്ങൾ ഏതാണെന്നല്ലേ? ഒന്നാമതായി ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കെട്ടുന്ന പെണ്ണ് സ്വാലിഹത്തായാലേ മക്കൾ നന്നാവുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പിന്നാലെ പോയി ദീനില്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ഒന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, മക്കൾ നന്നാവണമെങ്കിൽ ഭാര്യ സ്വാലിഹത്താവും. രണ്ടാമതായി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുട്ടിക്ക് നല്ല പേരിടണം. ഏതൊരു മക്കളായാലും ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ പുതുമകൾക്കിടയിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാക്കളുടെയും നല്ല നല്ല പേരുകൾ സ്വന്തം മക്കൾക്ക് നിർണ്ണയിക്കുന്ന ഒരുപാട് പിതാക്കളെ നമുക്കിടയിലുണ്ട്. ഏതായാലും പുതുമയുടെ പിറകിൽ പോയി മക്കളുടെ ഭാവി നഷ്ടപ്പെടുത്തരുത്. ഏതായാലും മൂന്നാമത്തെ കാര്യം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആൻ പഠിപ്പിക്കാതെ മക്കൾ ഒരിക്കലും നന്നാവുകയില്ല. ഖുർആൻ കഴിവിൻ്റെ പരമാവധി മക്കൾക്ക് ഓതിക്കൊടുക്കണം. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ള നല്ലൊരു പണ്ഡിതനെ വെച്ച് മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണം. അതിന് പറ്റുന്ന രീതിയിൽ സംവിധാനങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം. മദ്രസ സംവിധാനങ്ങൾ വിശാലമാണ് എങ്കിലും അതിനുള്ള വലിയ വലിയ സാധ്യതകൾ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. എന്നാലേ മക്കൾ നന്നാവുകയുള്ളൂ. അങ്ങനെ ഈ 3 കാര്യവും തൻ്റെ വാപ്പയിലില്ലെന്ന് ആ കുട്ടി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കുകയാണ്. എൻ്റെ പേരാകട്ടെ ജുഅൽ എന്നാണ്. വണ്ടിൻ്റെ സ്വഭാവം എന്താണെന്നറിയില്ലേ? വണ്ട് എപ്പോഴും എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി മനുഷ്യന്മാരെ അടങ്ങാറാക്കിക്കൊണ്ടേയിരിക്കും. അതേപോലെ ആണെങ്കിൽ അതേ പേരിൻ്റെ സ്വഭാവം കുട്ടിക്കുണ്ടാവും എന്നുള്ളതിന് വലിയൊരു തെളിവാണിത്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ തീരെ എനിക്ക് വാപ്പ ഓതി തന്നിട്ടില്ല എന്നാണ് ഈ കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പരാതിപ്പെട്ടത്. മൂന്നാമത്തേത് എന്താണ്? കെട്ടുന്ന പെണ്ണ് സ്വാലിഹത്താണോ എന്ന് ആദ്യം പറഞ്ഞല്ലോ. പക്ഷേ എൻ്റെ വാപ്പ കല്യാണം കഴിക്കുന്ന സമയത്ത് അടിമച്ചന്തയിൽ പോയി തറവാടും ദീനുമൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയെയാണ് കല്യാണം കഴിച്ചത്. പിന്നെ എങ്ങനെയാണ് നല്ലൊരു കുട്ടിയായി എനിക്ക് ജനിക്കാൻ പറ്റുക? ഈ 3 കാര്യങ്ങളും നന്നാക്കാതെ നല്ലൊരു മക്കളെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഈ മകനെയും വാപ്പയെയും തിരിച്ചയക്കുകയാണ്. ഈ 3 കാര്യങ്ങൾക്കും നല്ലൊരു പരിഹാരം കാണാതെ എൻ്റെ മകൻ നന്നാവുകയില്ലെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ആ 2 പേരെയും തിരിച്ചയക്കുന്നു. എൻ്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആധുനിക യുഗത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മളുടെ മക്കളുടെ ഭാവി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദീനിൻ്റെ കാര്യത്തിലാണെങ്കിലും ദുന്യവികമായ ഇൽമിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നല്ലൊരു ഭാവിയിൽ നമ്മുടെ മക്കളുടെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ടെത്തിക്കാൻ സാധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ.